Hi all, welcome to VTech MEDC. ഇന്ന് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് പാർട്ട് 10 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് 9ൽ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സും അതിന്റെ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗ ടു ഫൈൻഡ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ആണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മൊഡ്യൂളാണ്. അപ്പം അതുകൊണ്ട് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിന്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മളുടെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ വീഡിയോസും സീക്വൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പാർട്ട് 10ലേക്ക് പോവാം. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. അതിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് പറയാം. ഫസ്റ്റ് ഹോമോജനിയസ് ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് മോഡൽ മീൻസ് എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു, വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു എന്നാണ്. ഇതിൽ ഹോമോജനിയസ് ആകുമ്പോഴത്തേക്ക് ഇൻപുട്ട് ഇക്വേഷൻ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് എന്ന് വരും. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. ടേക്കിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പം എക്സ് ഡോട്ട് മീൻസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്നുള്ള മീനിങ് ആണ് എക്സ് ഡോട്ട് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് വരും. ഓക്കെ, മൈനസ് ഇനിഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് 0 വരും. സോ taking Laplace transform, we get x dot becomes s into x of s minus initial condition x of 0 equal to a matrix A into this x becomes x of s. Okay, എന്താ ചെയ്തത്? ഈ ഒരു ഇക്വേഷൻ x dot equal to ax ഇത് നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയും. ഹോമോജീനിയസ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് അപ്പം അതിൽ എക്സ് ഡോട്ട് മീൻ ചെയ്യുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഡെറിവേറ്റീവിന്റെ ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു എസ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ദാറ്റ് ഈസ് എസ് ഇൻറ്റു എക്സ് കറസ്പോണ്ട്സ് ടു ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് മൈനസ് എക്സ് ഓഫ് 0 ഇനിഷ്യൽ കണ്ടീഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ബിക്കംസ് എക്സ് ഓഫ് എസ്. ഇതിൽ എക്സ് ഓഫ് എസ് നമ്മൾ കോമൺ എടുക്കുകയാണ്. അപ്പൊ ഈ എ ഇൻറ്റു എക്സ് ഓഫ് എസിന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരികയാണ്. സോ എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് minus a into x of s equal to x of 0. ഇനി x of s കോമൺ എടുക്കാമല്ലോ. സോ x of s ഇവിടെ എന്ത് വരും? x of s കോമൺ എടുക്കുമ്പോഴത്തേക്ക് s വരും. ഇപ്പോൾ ഒരു മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എസ് ഐ എന്ന് ഡിനോട്ട് ചെയ്യും. എസ് ഐ മൈനസ് എ വരും. അതുകൊണ്ട് ഈ x of s ഉം ഈ x of s ഉം ഔട്ട് സൈഡ് എടുത്തു. സോ എസ് ഇൻറ്റു ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഐ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. എസ് ഐ മൈനസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് എക്സസ് എന്ത് കിട്ടും? ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് എക്സസ് ഈക്വൽ ടു ഈ എസ് ഐ മൈനസ് എ ആണെങ്കിൽ x0 ബൈ എസ് ഐ മൈനസ് എ എന്ന് വരും അല്ലേ? x0 ബൈ എക്സ് ഐ മൈനസ് എ. എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു x0 ബൈ എസ് ഐ മൈനസ് എ. ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു എസ് ഐ മൈനസ് എന്ന് വെച്ചൊരു മെട്രിക്സ് ആണ്. സിൻസ് എ ഈസ് എ മെട്രിക്സ്, എസ് ഐ മൈനസ് എ ഈസ് ഓൾസോ എ മെട്രിക്സ്. അപ്പൊ അതിന് നമുക്ക് ന്യൂമറേറ്ററി കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് എന്ന് എഴുതാം ഇല്ലേ? ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽസ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് 0 എന്ന് എഴുതാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ. എക്സ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 ബൈ എസ് ഐ മൈനസ് എ ആണ്. അപ്പൊ ഈ എസ് ഐ മൈനസ് എന്ന് വെച്ചൊരു മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് അതിന് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് എഴുതാം അല്ലേ? ഇവിടെ നമുക്ക് വേണ്ടത് റെസ്പോൺസ് ആണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കും. ലാപ്ലാസ് ഇൻവേഴ്സ് ടേക്കിംഗ് ലാപ്ലാസ് ഇൻവേഴ്സ്. അപ്പം എക്സ് ഓഫ് എസിൻ്റെത് ലാപ്ലാസ് ഇൻവേഴ്സ് മീൻസ് എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ടേമിന്റെ നമുക്ക് എന്തെടുക്കണം? അതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കണം അല്ലേ? ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് 0 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് 0 എന്ന് വരും. ബൈ ടേക്കിംഗ് ലാപ്ലാസ് ഇൻവേഴ്സ് വി ഗെറ്റ് x of s into x of t
ഈ ഒരു ടേമിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എഴുതി ഇൻറ്റു എക്സ് ഓഫ് 0 എന്ന് എഴുതി. അതിൽ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ്. ഓക്കെ, ഇതിൽ നമ്മൾ ലാസ്റ്റ് പാർട്ട് 9 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്കൊരു മെട്രിക്സ്, അതായത് ഫൈ ഓഫ് ടി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഫൈ ഓഫ് ടി മെട്രിക്സ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഫൈ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് 0 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഫൈ ഓഫ് ടി ഈക്വൽസ് എങ്ങനെ വരും? ഫൈ ഓഫ് ടി ഈക്വൽസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ്. ദിസ് ഈസ് കോൾഡ് ആസ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സിനെയാണ് നമ്മൾ ഫൈ ഓഫ് ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഇതിന്റെ നമ്മൾ എയിം എന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈ ഓഫ് ടി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റേറ്റ് മോഡൽ എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് ബി യു വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു എടുത്തു. അതിൽ ഹോമോജിനസ് ഇക്വേഷൻ ആകുമ്പോഴത്തേക്ക് എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് എന്ന് വരും. ഇത്രയും ടേമേ വരത്തുള്ളൂ ഹോമോജിനസ്. നമ്മൾ ഹോമോജിനസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് വരും. എന്നിട്ട് അതിനെന്ത് ചെയ്ത് വി ടേക്ക് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം. So x dot becomes s into x of s minus x of 0 equal to a into xs വന്നു. അതിൽ xs നമ്മൾ കോമൺ എടുത്തു. സോ xs ഈക്വൽ ടു എസ് ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് 0 വന്നു. അതിൽ നിന്ന് എക്സസിന്റെ വാല്യൂ എക്സ് ഓഫ് 0 ബൈ എസ് ഐ മൈനസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സസ് ഈക്വൽ ടു ഈ എസ് ഐ മൈനസ് എയിൽ നമുക്ക് ന്യൂമറേറ്റർ കൊണ്ടുവരുമ്പോഴത്തേക്ക് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് 0 വരും. എന്നിട്ട് അതിന്റെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ടേക്ക് ദ ലാപ്ലാസ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഇൻ്റെത് എക്സ് ഓഫ് ടി വരും. ദിസ് ക്വാണ്ടിറ്റിയുടെ എന്ത് വരും? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് വരും ഇൻറ്റു എക്സ് ഓഫ് 0. അപ്പോൾ ആ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ആണ് നമ്മുടെ ഫൈ ഓഫ് ടി എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മൾ ലാസ്റ്റ് പാർട്ട് 9 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ആ വീഡിയോയിൽ പാർട്ട് 9 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും, എൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ റെസ്പോൺസ് ചോദിക്കും. എന്തായാലും എക്സാമിന് 100% ഷുവർ ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പം ഈ മെത്തേഡിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ആയിരിക്കും ഫൈ ഓഫ് ടി എന്നുള്ളത്. This phi of t is the state transition matrix. This phi of t is the state transition matrix. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. കമ്പ്യൂട്ട് ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഒരു എ മെട്രിക്സ് വന്നിട്ടുണ്ട്. അതിന്റെ ഫൈ ഓഫ് ടി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ച ടൈപ്പ് പ്രോബ്ലം ആണ്. ഓക്കെ, കമ്പ്യൂട്ട് ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഇത് 8 മാർക്സിനൊക്കെ ചോദിക്കുന്ന വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 8 മാർക്സ് ഒക്കെ വെയിറ്റേജ് കാണും. കമ്പ്യൂട്ട് ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈ ഓഫ് ടി ഗിവൺ എ ഈക്വൽ ടു -1 1 0 -2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ ഇക്വേഷൻ എഴുതാം. അതിന് 2 മാർക്ക് വെയിറ്റേജ് ഉള്ളതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഫൈ ഓഫ് ടി ഈക്വൽസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ്. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എ ഗിവൺ ആണ്. ഓക്കെ, ഗിവൺ എ മാത്രം മതി സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ഐ മൈനസ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സ്റ്റെപ്പ് 1, വി നീഡ് ടു ഫൈൻഡ് എസ് ഐ മൈനസ് എ. ഓക്കെ, അപ്പം എ എന്ന് വെച്ചാൽ ഇവിടെ 2/2 മെട്രിക്സ്. സോ എസ് ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ എന്ന് വെച്ചാൽ 1 1 0 0 1 ആയിരിക്കും. എസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എസ് 0 0 എസ് എന്ന് വരും. ദിസ് ഈസ് എസ് ഐ മൈനസ് എ -1 1 0 -2. ഓക്കെ, ഇപ്പോൾ എയുടെ ഡയമെൻഷൻ എന്തായിരിക്കുമോ അതായിരിക്കും നമ്മളുടെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡയമെൻഷൻ വരുന്നത്. അതിന് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് S0 0 S -1 1 0 -2 വിച്ച് ഈസ് ദ എ മെട്രിക്സ്. ഇനി ഇത് കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? സബ്സ്ട്രാക്ട് ചെയ്യുക, മെട്രിക്സ് സബ്സ്ട്രാക്ഷൻ. ഇപ്പം എന്ത് കിട്ടും? S +1 വരും, -1 0 S +2. Okay, this is SI minus A. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SI മൈനസ് എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് SI മൈനസ് എ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് SI മൈനസ് എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ആണ്.
ഇവിടെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐ മൈനസ് എ ആണ്. സോ അഡ്ജോയിന്റ് ഓഫ് എസ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എസ് ഐ മൈനസ് എ. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോർമലി അഡ്ജോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓരോന്നിന്റെ കോഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യും. കോഫാക്ടറിന്റെ ട്രാൻസ്പോസ്ഡ് മെട്രിക്സ് ആണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അഡ്ജോയിന്റ് എഴുതാൻ പറ്റും. അഡ്ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗണൽ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക. സോ S+1 ഇവിടെ വരും, S+2 ഇവിടെ വരും. എന്നിട്ട് ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ 0യുടെ സൈൻ ചെയ്യുമ്പോൾ 0 തന്നെ വരും. 1ന്റെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് +1 ആവും. മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും. ദാറ്റ് കറസ്പോണ്ട്സ് ടു അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ്. നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. ദാറ്റ് വിൽ ഗീവ് ദ അഡ്ജോയിന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ്. അതല്ല ഇനിയിപ്പോൾ 3x3 മെട്രിക്സ് ആണ് എ തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജോയിന്റ് കാണുന്നതിനേക്കാൾ മുമ്പേ ഒരു കോഫാക്ടർ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴേ എന്ത് കിട്ടത്തുള്ളൂ? ഈ കറസ്പോണ്ടിങ് ന്യൂമറേറ്റർ ആയ അഡ്ജോയിന്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, നോർമലി 2x2 മെട്രിക്സ് ചോദിക്കത്തുള്ളൂ. 3x3 മെട്രിക്സ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എസ് ഐ മൈനസ് എ. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഓഫ് ദിസ് ടു മൈനസ് 0 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് S+1 ഇൻറ്റു S+2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ അതിന് S+1 ഇൻറ്റു S+2 ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്തൊരു S+2 ഡിവൈഡഡ് ബൈ S+1 ഇൻറ്റു S+2. ഇതിന്റെ കേസിൽ 1 ഡിവൈഡ് ബൈ S+1 ഇൻറ്റു S+2. ദിസ് ഈസ് 0. ദിസ് ഈസ് ഈക്വൽ ടു S+1 ഡിവൈഡ് ബൈ S+1 ഇൻറ്റു S+2. അപ്പം ഇതിന്റെ കേസിൽ ഈ S+1 S+2 ക്യാൻസൽ ചെയ്ത് പോകും. ഇതിന്റെ കേസിൽ S+1 ക്യാൻസൽ ചെയ്ത് പോകും. ഇതിലേക്ക് നമ്മളുടെ എസ് ഐ മൈനസ് എ ഇൻവേഴ്സിന്റെ മെട്രിക്സ് എങ്ങനെ വരും? എസ് ഐ മൈനസ് എ ഇൻവേഴ്സിന്റെ മെട്രിക്സ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ടേം എന്തായിട്ട് വരും? 1 ഡിവൈഡ് ബൈ S+1 വരും, അല്ലേ? 1 ഡിവൈഡ് ബൈ S+1. ദിസ് ബിക്കംസ് 1 ഡിവൈഡ് ബൈ S+1 ഇൻറ്റു S+2. ദിസ് ഈസ് 0 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ S+2 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് അവർ എസ് ഐ മൈനസ് എ ഇൻവേഴ്സ്. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, അല്ലേ? ലാപ്ലാസ് ഇപ്പോൾ ഇത്രയും ഫൈൻഡ് ഔട്ട് ചെയ്തു, ഇത്രയും ടേംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഈ ടേമിന്റെ വി നീഡ് ടു ടേക്ക് ദ ലാപ്ലാസ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ ആ മെട്രിക്സ് ഇവിടെ ഒന്നും കൂടെ എഴുതുവാണ്. ഡിവൈഡ് ബൈ S+2. ഈ മെട്രിക്സ് ഞാൻ അടുത്ത് ഒന്നും കൂടെ എഴുതുന്നേ ഉള്ളൂ. ഇതിന്റെ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ലാപ്ലാസ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് φ(t). ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓരോ ടേമിന്റെയും എന്തെടുക്കണം? ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കണം. ഒരു മെട്രിക്സ് ആണ്, ഓരോ ടേമിന്റെയും ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് അത് Tയിലാവും. ദാറ്റ് കറസ്പോണ്ട്സ് ടു അവർ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് φ(t). അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ടേമിന് എന്ത് ചെയ്യാം? 1 ഡിവൈഡ് ബൈ S+1 ഇൻറ്റു S+2. അതിന് നമുക്ക് A ഡിവൈഡഡ് ബൈ S+1 പ്ലസ് B ഡിവൈഡഡ് ബൈ S+2 എന്ന് എഴുതാം. പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്തിട്ടല്ലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ കേസിൽ എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. LCM എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1 ഈക്വൽ ടു A ഇൻറ്റു S+2 പ്ലസ് B ഇൻറ്റു S+1 വരും. അതിൽ നമ്മൾ എസിന് -2 കൊടുക്കുമ്പോഴത്തേക്ക് 1 ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ -b എന്ന് കിട്ടും. therefore B ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇനി പുട്ട് S is equal to -1 കൊടുക്കും. ഇപ്പം 1 ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ഇതിന്റെ കേസിൽ A എന്ന് കിട്ടും. ദാറ്റ് ഈസ് A ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതിന്റെ കേസിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 ഡിവൈഡഡ് ബൈ S+1 ഇൻറ്റു S+2 ക്യാൻ ബി റിട്ടൺ ആസ് A ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ S+1 പ്ലസ് -1 ഡിവൈഡ് ബൈ S+2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിന്റെ ഓരോന്നിന്റെ ഇൻവേഴ്സ് എഴുതുകയാണ്. ദാറ്റ് ഈസ് φ(t) ഈക്വൽസ് 1 ബൈ S+a ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് e⁻⁻at ആണ്. അപ്പോൾ ഇവിടെ a എന്ന് വെച്ചാൽ 1 ആണ്. സോ e⁻⁻t ആണ്.
ഇനി ഇതിൻ്റെത് നമ്മളിങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ 2 ടേംസ് ആക്കിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെത് എന്ത് വരും? e raised to minus t വരും, മൈനസ് e raised to minus 2t വരും. അതുകൊണ്ട് ഇത് ഇവിടെ ആ ഒരു റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്. 1/s+1 മീൻസ് എന്തായിരിക്കും? അതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് e raised to minus t ആയിരിക്കും. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് 1/s+2 e raised to minus 2t. സോ ഈ ഒരു ടേമിന് വരാൻ നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ ഇൻവേഴ്സ് e raised to minus t മൈനസ് e raised to minus 2t എന്ന് എഴുതാം. 0ൻ്റെത് 0 തന്നെ വരും. നെക്സ്റ്റ് 1/s+2 e raised to minus 2t. That is e raised to minus 2t. So this is the state transition matrix phi of t. 8 മാർക്സിന് ചോദിക്കുന്നതാണ്. നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഞാൻ ഒന്നുകൂടെ പറയാം. കമ്പ്യൂട്ടർ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്നായിരുന്നു. അതിൻ്റെ കേസിൽ ഒരു എ മെട്രിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് എഴുതുക. അതിനുശേഷം സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ എസ് ഐ മൈനസ് എ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ ഡയമെൻഷൻ എന്താക്കിയോ അതായിരിക്കും ഐ ഐഡന്റിറ്റി മെട്രിക്സ്. അതിൻ്റെ കൂടെ എസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ നമുക്ക് വി വിൽ ഗെറ്റ് എസ് ഐ മൈനസ് എ. ദെൻ വി വിൽ ടേക്ക് ദ ഇൻവേഴ്സ്. ഇപ്പോൾ ഇതൊരു 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ഇൻവേഴ്സ് എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. ദാറ്റ് ഈസ് ഇൻവേഴ്സിന്റെ ഇക്വേഷൻ അഡ്ജോയിൻ ബൈ ഡിറ്റർമിൻഡ് എ ആണ്. ഇപ്പോൾ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് അഡ്ജോയിന്റ് നമുക്ക് ഡയഗണൽ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, ഓഫ് ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക, ഡിവൈഡ് ബൈ ഡിറ്റർമിൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഓരോ ഡിറ്റർമിൻഡ് ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ ഓരോ ടേമിനെയും ബൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഒരു എസ് ഐ മൈനസ് ഐ ഇൻവേഴ്സ് ഒരു എസ്സിലുള്ള ഒരു മെട്രിക്സ് ആയി കിട്ടുന്നത്. അതിന് നമ്മൾ ഓരോന്നിന്റെയും ലാപ്ലാസ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പറയാം. ഇപ്പോൾ സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒബ്റ്റെയിൻ ദ ടൈം റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഇതിന്റെ കേസിൽ നമുക്ക് ടൈം റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മോഡൽ സ്റ്റേറ്റ് മോഡൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഡോട്ട് ഈക്വൽ ടു എ മെട്രിക്സ് ആണ് ഇത്, എ ഇൻറ്റു എക്സ്. ബി തന്നിട്ടില്ല, ബി ഈക്വൽ ടു 0 ആണ്. സോ ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റേറ്റ് മോഡൽ തന്നിട്ടുണ്ട്. അതുപോലെ ഇൻപുട്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇൻപുട്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ടൈം റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുന്നത്. ഓക്കെ, ടൈം റെസ്പോൺസ് മീൻസ് എക്സ് ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സ് ഓഫ് ടി ഇതിന്റെ കേസിൽ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് ആണ് ഫോം ഇല്ലേ. ഇതിന്റെ കേസിൽ സ്റ്റേറ്റ് മോഡൽ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് ആണ്. സോ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അപ്പോൾ അതിന്റെ കേസിൽ റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ടി ഈക്വൽ ടു 5t ഇൻറ്റു എക്സ് ഓഫ് 0 ആയിരിക്കും. നമ്മളിവിടെ ഡിറൈവ് ചെയ്തായിരുന്നു. xt equal to 5t into x of 0. This xt is the response. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് xt ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. x0 ഗിവൺ ആണ്, ഗിവൺ തന്നിട്ടുണ്ട്, x0 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പം എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഫൈ ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് തന്നിരിക്കുന്ന ഇൻപുട്ട് കണ്ടീഷൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ റെസ്പോൺസ്, ടൈം റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് കണ്ടീഷൻസ് അറിയാമെങ്കിൽ അതിന്റെ റെസ്പോൺസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ബൈ മൾട്ടിപ്ലൈങ് ദാറ്റ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് വിത്ത് ദാറ്റ് ഇൻപുട്ട് കണ്ടീഷൻ. ഓക്കെ, അതാണ് ഈ പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ കേസിൽ ടൈം റെസ്പോൺസ് ആ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് മോഡൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സ് തന്നിട്ടുണ്ട്, അതുപോലെ വൈ തന്നിട്ടുണ്ട്, ഇൻപുട്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ റെസ്പോൺസ്. റെസ്പോൺസ് മീൻസ് എക്സ് ഓഫ് ടി. ഈ ഇക്വേഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എക്സ് ടി ഈക്വൽ ടു 5t ഇൻറ്റു എക്സ് ഓഫ് 0. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫൈ ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈ ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എ മെട്രിക്സ് വെച്ചിട്ടാണ് അല്ലേ. എ മെട്രിക്സ് വെച്ചിട്ട് ഫൈ ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തതാണ്. ഇതിന്റെ എ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 1 0 -2 ആണ്. ഇതിന്റെ എ മെട്രിക്സ് -1 1 0 -2 ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിലും സെയിം എ മെട്രിക്സ് ആയിരുന്നു ചെയ്തത് കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ എ മെട്രിക്സ് -1 1 0 -2. ഇപ്പൊ ഇതിന്റെ കേസിലും സെയിം എ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സിന്റെ ഈ സെയിം സ്റ്റെപ്പ് തന്നെ എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഫൈ ഓഫ് ടി കിട്ടും. നമുക്ക് കിട്ടിയ ഫൈ ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതിൽ ഫൈ ഓഫ് ടി ഏതായിരുന്നു കിട്ടിയത്? ഫൈ ഓഫ് ടി എന്ന് വെച്ചാൽ e raised to -t, e raised to -t minus e raised to -2t, 0 e raised to -2t ആയിരുന്നു. ഇതായിരുന്നു നമ്മളുടെ ഫൈ ഓഫ് ടി. ഓക്കെ, ഈ സെയിം എ തന്നെ തന്നിരിക്കുന്നത്. അപ്പം ഞാൻ
സെയിം ഫൈവ് എ തന്നെ തന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കേസിൽ സെയിം എ ആ. അപ്പോൾ ആ മെത്തേഡിൽ ഫൈവ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫൈവ് ഓഫ് ടി ഇവിടെ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ 0, 1, അതിൻ്റെ കൂടെ 0, 1 മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടുന്നതായിരിക്കും നമ്മളുടെ ടൈം റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മളുടെ ഫൈവ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്ത ഫൈവ് ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ e raised to minus t raised to minus 2t ആയിരുന്നു. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ടി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് 0 ആണ്. സോ എക്സ് ഓഫ് ടി ഈക്വൽസ് ഫൈവ് ഓഫ് ടി. കണ്ട് ഈ ഫൈവ് ഓഫ് ടി എഴുതുക. e raised to minus t, e raised to minus t minus e raised to minus 2t, 0 e raised to minus 2t into this given x of 0. ഓക്കെ, ഇൻറ്റു 0, 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് 2t മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, ഇതാണ് അതിൻ്റെ ടൈം റെസ്പോൺസ്. ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു മൈനസ് 2t ഇ റേസ് ടു മൈനസ് 2t. ഓക്കെ, ദിസ് ഈസ് ദ ടൈം റെസ്പോൺസ്. അപ്പം അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. അപ്പം ഒരേ എ മെട്രിക്സ് ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും വർക്കൗട്ട് ചെയ്യാഞ്ഞത്. ഇപ്പോൾ വേറെ എ മെട്രിക്സ് ആയിരുന്നെങ്കിൽ SI മൈനസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, പിന്നെ SI മൈനസ് എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് SI മൈനസ് എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത്രയും ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈവ് ഓഫ് ടി കിട്ടും. ഇനി 2x2 മെട്രിക്സ് അല്ല, ഒരു 3x3 മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അഡ്ജോയിന്റ് ഡയറക്റ്റ് കിട്ടത്തില്ല. കോഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഓരോ എലമെന്റിന്റെയും കോഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴേ വി വിൽ ഗെറ്റ് ദ അഡ്ജോയിന്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ബൈ ഡിറ്റർമിനന്റ് നോർമൽ പ്രൊസീജിയർ തന്നെ. ഇതാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ ഇതിന്റെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് സ്പേസ് അനാലിസിസിൽ പാർട്ട് 9 and 10 ബിലോങ്സ് ടു സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഇറ്റ്സ് പ്രോപ്പർട്ടീസ് പ്രോബ്ലംസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ ഈക്വേഷൻസ് അറിഞ്ഞിരിക്കണം, അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഈ മെത്തേഡ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ടൈം റെസ്പോൺസ്, ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ടൈം റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഗിവൺ സിസ്റ്റത്തിൻ്റെ ഫൈവ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ ഗിവൺ ആയിരിക്കും. രണ്ടോടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ടൈം റെസ്പോൺസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.